ഒരു വൈറസ് ലോകത്ത് സൃഷ്ടിച്ച പ്രശ്നങ്ങൾ അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കുന്ന ഒന്നല്ല. പുറത്തിറങ്ങാൻ കഴിയാതെ പരസ്പരം കാണാൻ കഴിയാതെ എത്രയോ നാളുകൾ തള്ളി നീക്കിയ അവസ്ഥ ഇനി ഉണ്ടായാൽ എന്തായിരിക്കും സ്ഥിതി? അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. കോവിഡ് എന്ന മഹാമാരിയിൽ ലോകം സ്തംഭിച്ച നാളുകൾ ഇനി ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. എന്നാൽ ഇപ്പോൾ കോവിഡ് വൈറസിന്റെ അത്ര തന്നെയോ അതിലേറെയോ ഭീകരനായ ഒരു വൈറസാണ് ചർച്ചയിൽ. ഈ വൈറസിന്റെ ഭീതിയിലാണ് ലോകാരോഗ്യ സംഘടന. എന്താണെന്നല്ലേ പരിശോധിക്കാൻ വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. ഹാൻഡോ വൈറസ് എന്ന ഭീകര വൈറസാണ് ലോകത്തിന് മുന്നിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത്. ആളുകളെ ക്വാറന്റൈൻ ചെയ്യുന്നതിന് പകരം ഒരു കപ്പലിനെ തന്നെയാണ് നടുക്കടലിൽ ഇപ്പോൾ ക്വാറന്റൈൻ ചെയ്തിരിക്കുന്നത്. 3 പേർ മരിച്ചു. മരണത്തിന്റെയും ജീവിതത്തിന്റെയും സാഹസിക യാത്രയ്ക്കിടയിൽ പടർന്നു പിടിക്കുന്ന വൈറസിന്റെയും ഭീതിയിൽ കപ്പലിൽ കുടുങ്ങിയിരിക്കുകയാണ് 150ഓളം മനുഷ്യജീവനുകൾ. മാർച്ചിലാണ് അർജന്റീനിയൻ തീരത്ത് നിന്ന് ഡച്ച് ക്രൂയിസ് കപ്പലായ MV ഹോണ്ടിയൻസ് 150 യാത്രികരുമായി അന്റാർട്ടിക്കയിലേക്ക് പുറപ്പെട്ടത്. അന്റാർട്ടിക്കൻ പര്യവേഷണം ആയിരുന്നു കപ്പലിന്റെ ലക്ഷ്യം. എന്നാൽ പര്യവേഷണത്തിനെത്തിയ കപ്പലിൽ അധിക സമയം അന്റാർട്ടിക്കയിൽ തുടരാനായില്ല. ഒരു ഡച്ച് ദമ്പതികളിലാണ് അസാധാരണമായ രോഗം ആദ്യം ശ്രദ്ധിച്ചത്. ശ്വാസതടസ്സമായിരുന്നു രോഗലക്ഷണം. എന്നാൽ ക്രമേണ ശ്വാസതടസ്സം രൂക്ഷമാവുകയും ഇതിനോടൊപ്പം പനിയും ഛർദിയും അടക്കം രോഗികൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. പിന്നീട് ഇത് ന്യൂമോണിയായി മാറുകയായിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ രോഗം 7 പേരിലേക്ക് പടർന്നു. ആഫ്രിക്കയ്ക്കടുത്തായിരുന്നതിനാൽ കപ്പൽ ദക്ഷിണാഫ്രിക്കൻ തീരത്തേക്ക് തിരിച്ചു. യാത്രാമതി സെന്റ് ഹെലന എന്ന ദ്വീപിൽ വെച്ച് ആദ്യം രോഗം റിപ്പോർട്ട് ചെയ്ത ഡച്ച് ദമ്പതികളിലെ 70കാരനായ ഭർത്താവ് മരിക്കുന്നു. ദിവസങ്ങൾക്കുള്ളിൽ കപ്പൽ ദക്ഷിണാഫ്രിക്കൻ സമുദ്ര അതിർത്തിയിലെത്തി. എന്നാൽ കരയ്ക്കെത്തും മുൻപ് മരിച്ച ഡച്ച് പുരുഷന്റെ ഭാര്യയ്ക്ക് രോഗം മൂർച്ഛിച്ചു. ദക്ഷിണാഫ്രിക്കയോട് കപ്പൽ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ദക്ഷിണാഫ്രിക്കൻ നേവി ഇവരെ സമീപിക്കുകയും രോഗം മൂർച്ഛിച്ച സ്ത്രീയെ എയർലിഫ്റ്റ് ചെയ്ത് ജോഹന്നാസ്ബർഗിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ ഇവർ മരിക്കുകയായിരുന്നു. ശരീരസ്രവങ്ങളുടെ പരിശോധനയിൽ നിന്നും ഇവർക്ക് മനുഷ്യർക്ക് അതീവ ഗുരുതരമായ ഹാൻഡ വൈറസ് പിടിപെട്ടതാണെന്ന് വ്യക്തമായി. ഇതോടെ രോഗവ്യാപന ഭീതിയിൽ കപ്പലിനെ ദക്ഷിണാഫ്രിക്കയിൽ നങ്കൂരമിടുന്നത് അധികൃതർ തടഞ്ഞു. രോഗം ബാധിച്ചവർക്ക് 50% മരണസാധ്യതയുണ്ട്. വിഷയത്തിൽ ലോകാരോഗ്യ സംഘടന ഇതിനോടകം ഇടപെട്ട് കഴിഞ്ഞു. രോഗം പടരുകയാണെന്നും എന്തായിരിക്കും തങ്ങളുടെ ഭാവിയെന്ന് അറിയില്ലെന്നും വ്യക്തമാക്കി കപ്പലിലുള്ള US പൗരൻ പുറത്തുവിട്ട വീഡിയോ സാഹചര്യത്തിന്റെ ഗൗരവം വെളിവാക്കുന്നതാണ്. കപ്പലിൽ ഗുരുതരമായി രോഗം ബാധിച്ച 2 ജീവനക്കാരെ ജോഹന്നാസ്ബർഗിലെ എയർലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കപ്പൽ കരയ്ക്കടുപ്പിക്കാതെ കപ്പലിലേക്ക് ചെന്ന് ചികിത്സിക്കാനാണ് അധികൃതരുടെ തീരുമാനം. ഹാൻഡ വൈറസ് എന്നത് ഒരു മാരകമായ വൈറസ് ബാധയാണ്. എലികൾ, വവ്വാൽ പോലുള്ളവയിലൂടെയാണ് വൈറസ് മനുഷ്യരിൽ എത്തുന്നത്. ഇവയുടെ മൂത്രം, കാഷ്ടം അല്ലെങ്കിൽ ഉമിനീർ എന്നിവയിലെ വളരെ ചെറിയ കണങ്ങൾ വായുവുമായി കലരുമ്പോൾ ഇത് ശ്വസിക്കുകയോ സ്പർശിക്കുകയോ അറിയാതെ ഭക്ഷണത്തിൽ കലരുകയോ അണുബാധയുള്ള എലികളുടെ കടിയേൽക്കുകയോ ചെയ്താൽ രോഗം പകരാൻ സാധ്യതയുണ്ട്. വൈറസ് ശ്വാസകോശത്തെയും വൃക്കകളെയുമാണ് പ്രധാനമായും ബാധിക്കുക. ശ്വാസകോശത്തെ ബാധിക്കുന്ന ഹാൻഡ വൈറസ് പൾമണറി സിൻഡ്രോം എന്ന വിഭാഗമാണ് ഏറ്റവും അപകടകരം. ഇതിന്റെ മരണനിരക്ക് ഏകദേശം 40% വരെയാണ്. 1970കളിൽ തെക്കൻ കൊറിയയിലെ ഹാൻഡാൽ നദിക്കടുത്താണ് ആദ്യമായി ഈ രോഗം തിരിച്ചറിഞ്ഞത്. അങ്ങനെയാണ് ഹാൻഡ വൈറസ് എന്ന പേര് ലഭിക്കുന്നത്. അതിനുശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും കേസുകൾ താരതമ്യേന കുറവാണ്. ശരീരത്തിൽ വൈറസ് കയറിക്കൂടിയാൽ 3 മുതൽ 39 ദിവസത്തിനകം ലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങും. സാധാരണ പനി ലക്ഷണങ്ങളാണ് തുടക്കത്തിൽ ഉണ്ടാവുക. തുടർന്നുള്ള ദിവസങ്ങളിൽ അതിവേഗം സ്ഥിതി വഷളാകാനും ശ്വാസതടസ്സം, രക്തസമ്മർദ്ദം കുറയൽ, ക്രമരഹിതമായ ഹൃദയമിടിപ്പ് എന്നിവയിലേക്കും നയിക്കും. അടിയന്തര ചികിത്സ ലഭ്യമാക്കിയില്ല എങ്കിൽ മരണം വരെ സംഭവിക്കാം. കൊറോണ വൈറസുകളെ പോലെ വ്യാപനശേഷി ഉള്ളവയല്ല ഹാൻഡ വൈറസുകൾ. അവ പ്രധാനമായും പകരുന്നത് റോഡന്റുകളുമായുള്ള സമ്പർക്കം വഴിയും അവയുടെ ഉമിനീര്, മൂത്രം, കാഷ്ടം എന്നിവ വഴിയുമാണ്. അവ പറ്റിയ പ്രതലത്തിൽ കൈകൾ തൊട്ട ശേഷം മൂക്കിലോ വായിലോ ഒക്കെ തൊടുമ്പോഴും അവയുടെ സ്രവങ്ങളാൽ മലിനമാക്കപ്പെട്ട ഭക്ഷണം കഴിക്കുന്നത് വഴിയും ഈ വൈറസുകൾ ശരീരത്തിൽ കടക്കാം. വളരെ അപൂർവമായി ഈ വൈറസ് ബാധയുള്ള ജീവികളുടെ കടിയേറ്റാലും ഈ രോഗം പകരാം. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് HPS പകർന്നതായി ഒരു റിപ്പോർട്ടും ഇതുവരെയില്ല. എന്നാൽ വളരെ അപൂർവമായി പകർന്നിട്ടുമുണ്ട്. ചിലിയിലും അർജന്റീനയിലും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകർന്ന അപൂർവം ചില കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ വളരെ കുറച്ചു മാത്രം റിപ്പോർട്ട് ചെയ്ത അസുഖമായതിനാൽ ഇവയുടെ
ബീജഗർഭ കാലയളവ് കൃത്യമായി പറയാൻ കഴിയില്ല എങ്കിലും ലഭ്യമായ അറിവുകൾ പ്രകാരം ഇത് 1 മുതൽ 8 ആഴ്ച വരെയാണ്. HPSന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ ക്ഷീണം, പനി, കുളിര്, പേശിവേദന, തലവേദന, തലകറക്കം, വയറുവേദന എന്നിവയാണ്. ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ചുമ, ശ്വാസതടസ്സം എന്നിവ വഴി അപകടകരമായ അവസ്ഥയിൽ എത്തിച്ചേരാം. HPS മരണനിരക്ക് DCCയുടെ കണക്കുകൾ പ്രകാരം 38%. HFRSന്റെയും പ്രാരംഭ ലക്ഷണങ്ങൾ HPSന്റെ തന്നെയാണ്. രോഗം മൂർച്ഛിക്കുന്ന അവസരത്തിൽ രക്തക്കുഴലുകൾ പൊട്ടി ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയോ വൃക്ക തകരാറിലാവുകയോ ചെയ്യാം. HFRSന്റെ മരണനിരക്ക് 1 മുതൽ 15% വരെയാണ്. എങ്ങനെയാണ് ചികിത്സാ രീതി? ഹാൻഡ വൈറസ് ഇൻഫെക്ഷനുകൾക്ക് പ്രത്യേക ചികിത്സയോ മരുന്നുകളോ വാക്സിനുകളോ നിലവിലില്ല. രോഗവാഹകരായ ജീവികളുമായി അകലം പാലിക്കുക എന്നത് തന്നെയാണ് ഇത് ഒഴിവാക്കാനുള്ള പ്രധാന മാർഗം. ഹാൻഡ വൈറസ് ആണെന്ന് തുടക്കത്തിൽ കണ്ടെത്തിയാൽ രോഗിയെ വെന്റിലേറ്റർ, ICU സൗകര്യമുള്ള ആശുപത്രിയിൽ ആക്കി രോഗലക്ഷണങ്ങൾക്ക് അനുസരിച്ചുള്ള ചികിത്സകൾ നൽകി രോഗം ഭേദമാക്കാൻ കഴിയുമെന്ന് മെഡിക്കൽ ഹിസ്റ്ററി ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ ഈ കപ്പലിൽ സ്ഥിതി ചെയ്യുന്നവരുടെ അവസ്ഥയിൽ ലോകാരോഗ്യ സംഘടന അതിസങ്കീർണമായ സാഹചര്യം നേരിടുകയാണ്. എന്താണ് തുടർ നടപടി സ്വീകരിക്കുന്നതെന്നോ പ്രതിരോധം എന്താണെന്നോ ഇവർ വ്യക്തമാക്കിയിട്ടുമില്ല.